ഒരേ കൂര, വ്യത്യസ്ത ഹൃദയങ്ങൾ. രൂത്ത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറിയപ്പോൾ അവൾ പരിഭ്രമിച്ചിരുന്നു. എങ്കിലും പ്രതീക്ഷയിലായിരുന്നു. തന്റെ അമ്മായിയമ്മ സാറയുമായി ഒരു സ്നേഹബന്ധം വളർത്തിയെടുക്കാൻ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. എന്നാൽ കാര്യങ്ങൾ അവൾ വിചാരിച്ചതുപോലെ അല്ല നടന്നത്. സാറയ്ക്ക് സ്വന്തമായ വഴികളുണ്ടായിരുന്നു. ഭക്ഷണത്തിന് എന്ത് രുചി വേണം, വീട് എങ്ങനെ സൂക്ഷിക്കണം, കാര്യങ്ങൾ ഓരോന്നും എങ്ങനെ ചെയ്യണം എന്നിങ്ങനെ. രൂത്ത് വരുത്തുന്ന ഓരോ ചെറിയ തെറ്റുകളും തിരുത്തപ്പെട്ടു, ചിലപ്പോൾ കഠിനമായി തന്നെ. ഞങ്ങൾ ഇവിടെ ഇങ്ങനെയല്ല ചെയ്യുന്നത്, സാറ പറയുമായിരുന്നു. രൂത്തിന് വിഷമം തോന്നി. ഞാൻ എന്ത് ചെയ്താലും അത് മതിയാകുന്നില്ല, അവൾ ചിന്തിച്ചു. പതിയെ അവൾ ഉൾവലിയാൻ തുടങ്ങി. സംസാരങ്ങൾ വെറും ഔപചാരികമായി, പുഞ്ചിരികൾ മാഞ്ഞുപോയി, വീട് ശാന്തമായി. പക്ഷേ ആ ശാന്തതയ്ക്ക് ഒരു ഭാരമുണ്ടായിരുന്നു. ഒരു രാത്രി അവളുടെ ഭർത്താവ് ജോൺ ജോലി കഴിഞ്ഞ് വൈകി വീട്ടിലെത്തി. രൂത്ത് അസാധാരണമായി നിശബ്ദയായിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്തു പറ്റി? അവൻ പതുക്കെ ചോദിച്ചു. ആദ്യം അവൾ മടിച്ചുവെങ്കിലും പിന്നീട് എല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ജോൺ, പക്ഷേ അമ്മ എന്നെ തിരുത്തിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഒരിക്കലും അമ്മയ്ക്ക് അനുയോജ്യയാകാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ജോൺ ക്ഷമയോടെ കേട്ടു. അവൻ തടസ്സപ്പെടുത്തിയില്ല. കുറച്ചു സമയത്തിന് ശേഷം അവൻ പതുക്കെ പറഞ്ഞു, രൂത്ത്, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാമോ? നീ ഒരു ദിവസം അവരുടെ സ്ഥാനത്താണെങ്കിൽ നിന്റെ മരുമകൾ നിന്നെ എങ്ങനെ പരിഗണിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? രൂത്ത് നിശബ്ദയായി. ജോൺ തുടർന്നു. അമ്മ തന്റെ ജീവിതകാലം മുഴുവൻ ഈ വീട് സ്വന്തം രീതിയിൽ നടത്തിക്കൊണ്ടു പോന്നതാണ്. ഒരുപക്ഷെ അവർ നിന്നെ അംഗീകരിക്കാത്തതല്ല, പകരം നിയന്ത്രണങ്ങൾ എങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാകാം. പക്ഷെ നിനക്ക് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാം. എന്തെങ്കിലും നിനക്ക് ലഭിക്കുമെന്ന് നീ ആഗ്രഹിക്കുന്ന മരുമകൾ എങ്ങനെയുള്ളവളാണോ അങ്ങനെയുള്ള ഒരാളായി നിനക്ക് മാറാം. അന്ന് രാത്രി രൂത്ത് അധികമൊന്നും സംസാരിച്ചില്ല. പക്ഷെ അവൾക്കുള്ളിൽ എന്തോ മാറി മറിഞ്ഞു. അടുത്ത ദിവസം രാവിലെ സാറ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയിലേക്ക് അവൾ നടന്നു വന്നു. അമ്മേ, അവൾ പതുക്കെ വിളിച്ചു. അമ്മ, ആ പ്രത്യേക സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പഠിപ്പിച്ചു തരാമോ? അമ്മയുടെ രീതിയിൽ അത് പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സാറ അത്ഭുതപ്പെട്ടുവെങ്കിലും തലയാട്ടി. അവർ ഒരുമിച്ച് പാചകം ചെയ്തപ്പോൾ രൂത്ത് ശ്രദ്ധിച്ചു. എതിർപ്പോടെയല്ല, ആദരവോടെ. തിരുത്തലുകൾ ഉണ്ടായപ്പോഴും അവൾ പുഞ്ചിരിച്ചു. അന്ന് വൈകുന്നേരം അവൾ ചായ ഉണ്ടാക്കി സാറയ്ക്ക് കൊടുത്തു. അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു, അവൾ മൃദുവായി പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. രൂത്ത് ദയയോടെ പെരുമാറുന്നത് തുടർന്നു. അത് എളുപ്പമായതുകൊണ്ടല്ല, മറിച്ച് അത് ശരിയായതുകൊണ്ടാണ്. പതിയെ സാറയുടെ സ്വരം മൃദുവായി. അവരുടെ തിരുത്തലുകൾ നിർദ്ദേശങ്ങളായി മാറി. അവരുടെ അകലം ശാന്തമായ അംഗീകാരമായി മാറി. ഒരു ഉച്ച കഴിഞ്ഞ് വിരുന്നുകാർ വന്നപ്പോൾ സാറ അഭിമാനത്തോടെ പറഞ്ഞു, എന്റെ മരുമകൾ ഇപ്പോൾ മികച്ച സാമ്പാർ ഉണ്ടാക്കുന്നു. രൂത്ത് അത്ഭുതത്തോടെ നോക്കി പുഞ്ചിരിച്ചു. അന്ന് രാത്രി സാറ പതുക്കെ പറഞ്ഞു, ഞാൻ ഇത് മുൻപ് പറഞ്ഞിട്ടുണ്ടാകില്ല, പക്ഷെ നീ ഇവിടെ ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആദ്യമായി രൂത്തിന് അവിടം സ്വന്തം വീട് പോലെ അനുഭവപ്പെട്ടു. പാഠം: ചിലപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നത് നിർത്തി, ഞാൻ അവരുടെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ എന്നെ എങ്ങനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴാണ് പരസ്പര ധാരണ ആരംഭിക്കുന്നത്.
ലൂക്കോസ് 6:31. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ.